എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ലോങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ ഏകദേശം 1 മീറ്റർ തുണിയാണുള്ളത്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇനി ഇവിടെ ഇത് ബാക്കിൽ സിബാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ബോട്ടം ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം 17 ഇഞ്ചാണ്. 17ഉം ഇവിടെ ബോട്ടം മടക്കിയടിക്കാൻ 1 ഇഞ്ച് വെച്ചാൽ മതി. ഇവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഷോൾഡർ 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് ആം ഹോള് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് ചെസ്റ്റ് ആകെ വേണ്ടത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇതേ അകലം തന്നെ ഇങ്ങോട്ട് വയ്ക്കാം. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ വരയ്ക്കാം. നെക്കിൻ്റെ വീതി വേണ്ടത് 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 2.25, 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടിച്ച് വരുമ്പോൾ 2.25 തന്നെ വരും. ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് ആകെ മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇതേപോലെ ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. നമുക്ക് ആം ഹോൾ വേണ്ടത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.25 ഇഞ്ച്. അപ്പോൾ ഇവിടെ 2 സൈഡും തയ്യത്തുമ്പും വിട്ടിട്ട് അളന്ന് നോക്കാം. 6.25 ഇഞ്ച് കറക്റ്റാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു ടക്ക് മാർക്ക് ചെയ്യാണ്ട്. ടക്ക് ഒരു 8 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നീളം വന്നിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം. ഇതേപോലെ ഈ ലൈനിനൊപ്പം വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഷോൾഡർ വരയ്ക്കുക. അതിനുശേഷം ആം ഹോൾ ഇതിനൊപ്പം വരച്ചെടുക്കുക. നെക്ക് ഇവിടെ കുറച്ച് ഒരു അടയാളം ഇട്ട് വയ്ക്കുക. അതുപോലെ ഇവിടെ 1 ഇഞ്ച് ചേർത്ത് വരയ്ക്കുക. അതായത് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇറക്കത്തിനൊപ്പം തന്നെ വരയ്ക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ നെക്കിൻ്റെ ഇറക്കം വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ വരയ്ക്കുക. ഈ ഷേപ്പാണ് നെക്കിന് വരുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ താഴേക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് കൊടുക്കാം. ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കുക.
12 ഇഞ്ചിൽ ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഷേപ്പ് വേണ്ടത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച്. 1 ഇഞ്ച് ഇവിടെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ആ 1 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ 1.5 ഇഞ്ച് ഇട്ടാൽ മതി. ഇവിടെ അതേപോലെ 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 7 1 8.5 ഇഞ്ചാണ് വരിക. ഇനി ഇതിൽ കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇതിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ആദ്യം. അതിനുശേഷം ഇത് മാത്രം കട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കുറച്ച് 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം. ഇതിങ്ങനെ വരണം. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് കട്ട് ചെയ്യാനുണ്ട്. 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ നമുക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ടെക്ക് ഇവിടെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ 7.25 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പിടാം. ഇവിടെ അതേപോലെ 7.5 ഇഞ്ചാണ് വരുന്നത്. അത് തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെ അല്പം കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ പീസ് രണ്ടായിട്ട് വയ്ക്കുക. അതിനുശേഷം ഈ നെക്ക് ഇതുപോലെ ഇതിനൊപ്പം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ച് തിരിച്ചാൽ മതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് പഫ് സ്ലീവ് വയ്ക്കാം. സ്ലീവിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ചും കൂടെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഇനി ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. 6.25 ഇഞ്ചാണ് ആം ഹോൾ വേണ്ടത്. ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നും കൂടെ ഇതേപോലെ വരയ്ക്കാം. അതിനുശേഷം ഇവിടെ ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പ്ലീറ്റ് നമ്മൾ തയ്ക്കുമ്പോൾ ഉള്ളതിനനുസരിച്ച് ഇടാം. ഈ ഭാഗത്തും ഈ 2 സൈഡിലും നമ്മൾ പ്ലീറ്റ് ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോളിനനുസരിച്ച് പ്ലീറ്റ് കൂട്ടിയിടാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് കുറയ്ക്കാം. ഇവിടെ സ്ലീവിൻ്റെ ഇവിടെ നമുക്ക് 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കാം.
സ്ലീവിൻ്റെ ഇവിടെ സെപ്പറേറ്റ് പീസ് കൊടുക്കാനാണ് 3 ഇഞ്ച് വീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് വെച്ചാൽ മതി. ഇതിൽ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ കൂടെ ഒരു 3 ഇഞ്ച് കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ നെക്ക് തയ്ക്കാം. ഇവിടെ ഒരു 4 ഇഞ്ച് വീതിയിൽ മടക്കിയടിക്കുക. അതിനുശേഷം ഇതേപോലെ നല്ല വശത്തുനിന്ന് ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി ഈ കോർണറിൽ ഒന്ന് കട്ട് ചെയ്യുക ചെറുതായിട്ട്. ഇനി ഇതിന് മേലെ ഒരു മേൽത്തൈലിടുക. ഈ സെപ്പറേറ്റ് വെച്ച പീസിന് മേലെയാണ് തൈലിടേണ്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ലോങ് തൈലിടാം. അത് ഹെമ്മിങ് ചെയ്തിട്ട് അഴിച്ച് കളഞ്ഞാൽ മതി. ഇനി ഈ സൈഡ് ജോയിൻ്റ് ചെയ്യാം. ഇവിടെ നിന്ന് 1/2 ഇഞ്ചിൽ ജോയിൻ്റ് ചെയ്യാം. ഒരു തൈലും കൂടി ഇടാം. അതേപോലെ സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യെത്തുമ്പോൾ എക്സ്ട്രാ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടാലാണ് നമുക്കിവിടെ ഏറ്റക്കുറച്ചിലില്ലാതെ തയ്യെത്തുമ്പോൾ ഒപ്പം കിട്ടുള്ളൂ. ഇതുപോലെ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്ക് തയ്ക്കാം. ബാക്കിലെ ടക്കുകൾ ആദ്യം ഇടാം. ഈ ടക്കൊന്ന് അടിയിലേക്ക് അടയാളപ്പെടുത്തുക. ഇനി ഇവിടെ ഈ 1 ഇഞ്ച് ഇട്ടിരുന്നു ഇവിടെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്കതിൽ സിബ് വയ്ക്കാം. അതേപോലെ ഇൻവേഴ്സിബിൾ സിബാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് ആദ്യം അങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ ലോക്ക് കുറച്ച് താഴേക്കാക്കി വയ്ക്കുക. അതായത് ഈ എക്സ്ട്രാ ഉള്ളത് ഇതിനൊപ്പം വെച്ചാൽ മതി. എന്നിട്ട് ഈ നമ്മൾ ഇവിടെ മടക്കിയിട്ടുണ്ട്. ഈ മടക്ക് ഇവിടെയാണ് വരിക. ഈ മടക്കിനൊപ്പം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈലിടുക. അപ്പോൾ ഇത് ഇതേപോലെ 2 ഇഞ്ച് മുകളിൽ വരെ തയ്ച്ചാൽ മതി. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ അതേപോലെ ഇത് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് ഇവിടെ അതേപോലെ തയ്ക്കാം. ഇനി സിബ് ഇട്ട് നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി സിബിൻ്റെ സൈഡ് കൂടെയാണ് തയ്ക്കേണ്ടത്. അതിന് നമുക്ക് ഈ ചവിട്ടി ഒന്ന് മാറ്റിയെടുക്കണം. ഇതേപോലെ സിംഗിൾ ഫുട്ട് വയ്ക്കുക. അതിനുശേഷം ഈ സൈഡ് കൂടെ തയ്ക്കുക. തയ്ക്കുന്ന സമയത്ത് ഇതേപോലെ വിരൽ കൊണ്ടൊന്നും ഇങ്ങനെ അകത്തി പിടിക്കുക. ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം. ഇതേപോലെ ഈ പീസ് ഇതിലേക്ക് ചേർത്തടിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഓപ്പാക്കാം. ഇനി ഇവിടെ നമ്മളൊരു 2-2.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരല്പം മുകളിൽ, അതായത് നമ്മളിവിടെ തയ്ച്ച് നിർത്തിയതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ലോക്ക് ചെയ്ത് അടിക്കുക.
അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്പൺ ഇതുവരേക്കാണ് വരിക. ഇനി ഇവിടെ ഇതിങ്ങനെ വെച്ചിട്ട് ഫ്ലാറ്റാക്കി വെച്ചിട്ട് ചേർത്തടിക്കാം. ഇനി ഈ അരിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ നെക്കൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വീണ്ടും ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള എക്സ്ട്രാ ഉള്ളത് തയ്യത്തുമ്പ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ പീസ് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട്, അത് ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡർ ഒന്ന് കവർ ചെയ്ത് അടിക്കുക. ഇനി ഇതേപോലെ ഇത് തിരിച്ചിട്ട് ഈ നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുക്കാം. അതേപോലെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് റെഡിയാക്കാം. ഇവിടുന്ന് ഇതുവരേക്കും ചെറിയ ഞെറിയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും ഞെറിയാണ് ഇതിൽ വരുള്ളൂ. അതുപോലെ ഇവിടെ ഇടാം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ 3 ഇഞ്ചിൻ്റെ പീസ് വെച്ചിരുന്നു. ഈ പീസ് ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കുക. അതേപോലെ ചേർത്ത് 1/2 ഇഞ്ചിൽ അടിക്കുക. എന്നിട്ട് അതേപോലെ നഖം കൊണ്ട് വരച്ചിട്ട് ഇതിലൊന്ന് മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് അടിക്കുക. ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വീതി വരുന്നുണ്ട്, അത്രയും മതി. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡിലേക്കായിട്ട് അറ്റാച്ച് ചെയ്യുക. ഒരു തൈലും കൂടി ഇടാം. ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം. ഇപ്പോൾ 2 സ്ലീവ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സ്ലീവിൻ്റെ റൗണ്ട് 4 ഇഞ്ചാണ്. ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 1.5 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം സൈഡ്. ഒരു തൈലും കൂടി ഇടാം. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് ഇട്ടാൽ മതി. ഇതേപോലെ ഈ സൈഡും അടിക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും അടിച്ചിട്ടുണ്ട്. ഈ സൈഡൊന്ന് ഓവർലോക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സൈഡ് ഒന്ന് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടി മറിച്ചിട്ട് ഇതിൻ്റെ ബോട്ടം കൂടെ അടിച്ചാൽ മതി. ബോട്ടം നമ്മൾ 1 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കുക. എന്നിട്ട് ഒരു 3/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.